ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്നിയാറമ്പാച്ചൻ, വന്ദനായ മാത്തുക്കുട്ടിയാച്ചൻ, ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സവിശേഷമായ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരിക്കൽ കൂടെ ദൈവവചനം കേൾക്കാനും അത് പറയുവാനും ദൈവം നൽകുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വെള്ളിയാഴ്ച തോറും ഇവിടെ നടക്കുന്ന ധ്യാനയോഗങ്ങൾ അനേകർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നു എന്ന് അറിയുന്നതിൽ പ്രത്യേകമായി സന്തോഷമുണ്ട്. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനായി ബലഹീനനായ ക്ഷണിച്ച പരിമല സെമിനാരിയുടെ ചുമതലക്കാരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുകയും ചെയ്യട്ടെ. ആമുഖമായി ഒരു വാക്യം ഓർമ്മിപ്പിക്കുന്നത് 119 സങ്കീർത്തനം 130 വാക്യമാണ്. 119 സങ്കീർത്തനം 130 വാക്യം അതിങ്ങനെയാണ്: ദൈവവചനത്തിൻ്റെ വികാസനം പ്രകാശപദമാകുന്നു. ദൈവവചനത്തിൻ്റെ വികാസനം പ്രകാശപദമാകുന്നു. കുറച്ചുകൂടെ നല്ലൊരു ട്രാൻസ്ലേഷൻ POC ബൈബിളിലുണ്ട്. അതിങ്ങനാണ്: ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കും. ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. ദൈവവചനം പ്രകാശമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളെ പ്രകാശപൂരിതമാക്കും. പ്രകാശം എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയാണ്. ഇരുട്ടെന്ന് പറയുന്നത് അവ്യക്തതയാണ്. ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. എന്ത് പറയണം, എന്ത് തീരുമാനിക്കണം, എങ്ങോട്ട് പോകണം, ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടാൻ ദൈവവചനം നമ്മെ സഹായിക്കും. ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പറക്കും. നമ്മുടെ ഇരുളടഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അന്ധകാരപൂരിതമായ ജീവിതാവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ തിരുവചനം കടന്നു വന്ന് നമുക്ക് കുറെ കൂടെ വ്യക്തതയും കുറെ കൂടെ ദിശാബോധവും ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് നേരിടാനുള്ള കരുത്തും ശക്തിയും ബലവും ദൈവവചനം നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കും. ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? ജ്ഞാനമാണ്. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ആ വിവേകം, ഓരോ കാര്യങ്ങൾ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം, ആ ജ്ഞാനം ദൈവവചനം നമുക്ക് നൽകുമെന്നാണ്. അത് നിരന്തരം വായിച്ചാൽ, നിരന്തരം പഠിച്ചാൽ, നിരന്തരം ശ്രദ്ധിച്ചാൽ, നിരന്തരം ധ്യാനിച്ചാൽ ഈ ജ്ഞാനം നമുക്ക് ലഭിക്കും. ദൈവവചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കും. ആ പ്രകാശവും ജ്ഞാനവും ഈ ദിവസം ധാരാളമായി നമ്മളിലേക്ക് കടന്നു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ലളിതമായ ഒരു വേദഭാഗത്തിലേക്ക്. സുവിശേഷം വളരെ ലളിതമാണ്. നമ്മളതിനെ പലപ്പോഴും പറഞ്ഞതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. കർത്താവ് വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചത്. ലളിതമായ ഒരു ചിന്തയിലേക്ക് ഈ ദിവസം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. വെൻ യു ആർ ബെയറിംഗ് മച്ച് ഫ്രൂട്ട് മൈ ഫാദർ വിൽ ബി ഗ്ലോറിഫൈഡ്. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടിയാണോ ദൈവം നമുക്ക് വേണ്ടിയാണോ? ദൈവം നമുക്ക് വേണ്ടിയാണോ നമ്മൾ ദൈവത്തിന് വേണ്ടിയാണോ? കൊലോസ്യലേഖനം 1:16 പറയുന്നു, സകലവും അവൻ മുഖാന്തരവും അവന് വേണ്ടിയും. എവറിത്തിങ് were created by him and for him. For him. എല്ലാം അവന് വേണ്ടി. എല്ലാം അവൻ്റെ നാമമഹത്വത്തിനാണ്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ നാമമഹത്വം ഈ ഭൂമിയിലെല്ലാം കർത്താവിൻ്റെ നാമമഹത്വപ്പെടണം. നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, ഇടപെടലുകളിലൂടെ, ശുശ്രൂഷകളിലൂടെ എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തണം.
നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എങ്ങനെയാണ് പിതാവ് മഹത്വപ്പെടുന്നത്? അധിക ഫലം കായ്ക്കുമ്പോഴാണ്. വി ആർ നോട്ട് സീസണൽ ക്രിസ്ത്യൻസ്. നോമ്പ് വരുമ്പോൾ, രക്ഷാനുഭവാഴ്ച വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ അന്വേഷിക്കാനുള്ള ഒരാൾ മാത്രമാണോ ദൈവം? ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. എപ്പോഴും അധിക ഫലം കായ്ക്കണം. ഒരു ക്രിസ്ത്യാനി മറ്റുള്ള ആളുകളെ പോലല്ല. പ്രാർത്ഥിക്കുന്ന ആൾക്കൊരു വ്യത്യാസം ഉണ്ടാകണ്ടേ? ദൈവവചനം വായിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണ്ടേ? ഈ ദൈവവചനം നമ്മളിൽ ജഡമാകണ്ടേ? അമ്മ പറഞ്ഞു, നിന്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ വാക്കുകൾ വായിക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നാം പറയണ്ടേ, ഇത് എന്നിൽ സംഭവിക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അധിക ഫലം കായ്ക്കണം. മറ്റാളുകൾ സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. മറ്റാളുകൾ പ്രതികരിക്കേണ്ടോ അല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ഓരോ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നതിനൊരു വ്യത്യാസം ഉണ്ടാകണം. അധിക ഫലം കായ്ക്കണം. അധിക ഫലം കായ്ക്കാൻ എന്താ വേണ്ടേ? എങ്ങനെയാണ് ഈ അധിക ഫലം കായ്ക്കുന്നത്? ഒരു വൃക്ഷം കായ്ക്കുന്നതിന് നമ്മളൊരു മരം നട്ടാൽ അത് എങ്ങനെ കായ്ക്കും? അത് ഫലം തരണമെങ്കിൽ എന്ത് വേണം? എന്തൊക്കെ വേണം? വെള്ളം വേണം, പ്രകാശം വേണം, വളം വേണം, പോഷകങ്ങൾ വേണം, ശ്രദ്ധ വേണം, പരിചരണം വേണം. ഇതെല്ലാം വേണം. പക്ഷെ ഇത് മാത്രം മതിയോ? ഇത് മാത്രം പോരാ. ഈ വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ, പോഷകങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, ഇത് ഭൂമിയിൽ ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വേണം. യു മസ്റ്റ് കൾട്ടിവേറ്റ് സം ഡീപ് റൂട്ട്സ്. ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. വിത്തൗട്ട് ഡീപ് റൂട്ട്സ് യു കനോട്ട് ബെയർ മച്ച് ഫ്രൂട്ട്. കുറച്ചു കാലമൊക്കെ നിലനിൽക്കാൻ പറ്റും, ആളുകളെ പറ്റിക്കാൻ പറ്റിയേക്കാം, കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയേക്കാം. അത് ആർക്കും കിട്ടും. പള്ളിയിൽ പോകുന്നവനും കിട്ടും, പ്രാർത്ഥിക്കുന്നവനും കിട്ടും, എല്ലാവർക്കും കിട്ടും. ദൈവം നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നവനാണ്. ഈ ലോകത്തിൽ സൗഭാഗ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും നിരീശ്വരവാദികൾക്കും എല്ലാം കിട്ടുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമല്ല. അതല്ല കാര്യം. ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. യു മസ്റ്റ് കൾട്ടിവേറ്റ് മച്ച് ഡീപ് റൂട്ട്സ്. വിത്തൗട്ട് ഡീപ് റൂട്ട്സ് യു കനോട്ട് bear much fruit. അധിക ഫലം കഴിക്കാൻ പറ്റില്ല. ഒരു വിശ്വാസിയെക്കുറിച്ച്, ഒരു ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അധിക ഫലം കായ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ ഫലങ്ങൾ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും അവൻ കായ്ച്ചുകൊണ്ടേയിരിക്കണം. ഒരു കൽപ്പവൃക്ഷം പോലെ എപ്പോഴും കായ്ഫലമുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെന്ത് വേണം? ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. എന്താണ് ഈ ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല. അതിൻ്റെ ഇല എന്നും പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. വരൾച്ചയുടെ കാലത്തും ക്ഷാമത്തിന്റെ കാലത്തും വറുതിയുടെ കാലത്തും വേദനകളുടെ കാലത്തും സങ്കടങ്ങളുടെ കാലത്തും എതിർപ്പുകളുടെ കാലത്തും അവഗണനയുടെ കാലത്തും ഒറ്റപ്പെടലിന്റെ കാലത്തും തള്ളിപ്പറയുന്നതിന്റെ കാലത്തും അവൻ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ആര്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ. കാലങ്ങളൊക്കെ മാറും, സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും, ആരോഗ്യം ക്ഷയിക്കും, സാമ്പത്തിക നിലയിൽ മാറ്റങ്ങൾ വരാം. ഇന്ന് ബന്ധുക്കളായവൾ നാളെ ശത്രുക്കളാകാം, ഇന്ന് സ്നേഹിതർ നാളെ തള്ളി പറയാം. ജീവിതത്തിന്റെ അവസ്ഥകൾ ഒരു നിമിഷം കൊണ്ട് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നിന്റെ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും. ഒരു രോഗം, ഒരു അപകടം, ഒരു എതിർപ്പ്, ഒരു വീട്ടിലെ പ്രശ്നം
എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറുക ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺപ്രെഡിക്റ്റബിൾ. ജീവിതത്തിന്റെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു ഒരു മനുഷ്യനും മുൻകൂട്ടി കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ഉറപ്പ് നമുക്കുണ്ട്, വരൾച്ചയുടെ കാലത്ത് അവൻ വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല, അതിന്റെ ഇലയൊന്നും പച്ചയായിരിക്കും. എവർഗ്രീൻ. എപ്പോഴും ചിരിക്കുന്ന, എപ്പോഴും സന്തോഷമുള്ള, എപ്പോഴും പ്രത്യാശയുള്ള, എപ്പോഴും പ്രതീക്ഷയുള്ള, എപ്പോഴും ധൈര്യമുള്ള, കരുത്തുള്ള ഒരു മനുഷ്യൻ വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ 1989 വൈദിക സെമിനാരിയിൽ പഠിക്കാൻ പോകുന്നത്. ആ വർഷം വൈദിക സെമിനാരിയുടെ 175ാം വാർഷികം നടക്കുന്ന ഒരു കാലമായിരുന്നു. വാർഷികാഘോഷങ്ങളൊക്കെ നടന്ന ആ വർഷമാണ്. ആ വർഷത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. വൈദിക സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛന് ആദ്യമായി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ വർഷമാണ്. ഈ സെമിനാരിയുടെ ജൂബിലി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അച്ഛന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. നാവിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നത്. ജോഷുവ അച്ഛനെ അറിയാത്ത ആരും ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചികിത്സയ്ക്കായി പോയത് തിരുവനന്തപുരം RCCയിലാണ്. അദ്ദേഹത്തെ പരിശോധിച്ച അന്നത്തെ വളരെ പ്രശസ്തനായ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഡോക്ടർ അച്ഛനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛന് 2 പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്ന്, അച്ഛൻ്റെ സംസാരശേഷി നഷ്ടപ്പെടും. 2, അച്ഛന് എന്ത് കഴിച്ചാലും രുചി അനുഭവപ്പെടത്തില്ല. ഭക്ഷണം കഴിക്കാം, പക്ഷെ രുചി തോന്നത്തില്ല. തടിച്ച 7 റേഡിയം സൂചികൾ നാവിൽ കുത്തിവെച്ചൊരു മുറിയിൽ അടച്ചിട്ട് മൗനിയായി ഊമനായി 7 ദിവസം അച്ഛൻ കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ പിന്നീട് പുസ്തകങ്ങളിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്. വളരെ വേദനാജനകമായ, പ്രാകൃതമായ, അത്രയും ആധുനിക സൗകര്യങ്ങൾ അന്നില്ലല്ലോ. ആ ചികിത്സാ മുറകളിലൂടെയൊക്കെ അച്ഛൻ കടന്നുപോയി. പിന്നീട് അച്ഛൻ അന്ന് 60 വയസ്സേ ഉള്ളൂ അച്ഛന്, 60 വയസ്സ്. പിന്നീട് അച്ഛൻ 36 വർഷം ജീവിച്ചു. 36 വർഷം കൂടെ ജീവിച്ചു. ഈ കഴിഞ്ഞ നാളുകൾ 96ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകവാസം വെടിയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് 2 തവണ കൂടെ ക്യാൻസർ വന്നു. താടിയലിനും തൊണ്ടയ്ക്കും ഒക്കെ അദ്ദേഹത്തിന് ക്യാൻസർ. 3 പ്രാവശ്യം ക്യാൻസർ വന്ന് സുഖമായ അധികം പേരൂടെ ഉണ്ടാവില്ല. പിന്നീട് അച്ഛൻ സംസാരശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ അച്ഛൻ, അത് അച്ഛന് താങ്ങാൻ പറ്റുമായിരുന്നില്ല. മലങ്കര സഭയിലെ ഗമാലിയേലെന്നും ആധുനിക പൗലോസ് എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, സ്വർണ്ണനാവുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രഭാഷകൻ, ഒരു സ്ലിപ്പ് ഓഫ് ടങ് പോലും ഇല്ലാതെ മണിക്കൂറുകൾ പ്രഭാഷണം നടത്താൻ കഴിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. പക്ഷെ പിന്നീട് അച്ഛൻ അനേക നാളുകൾ ദൈവവചനം പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം പ്രസംഗിച്ചു. വെളുപ്പിന് അദ്ദേഹം 4 മണിക്ക് എഴുന്നേൽക്കും, അരമണിക്കൂർ പ്രാർത്ഥിക്കും, 1 മണിക്കൂർ വേദപുസ്തകം വായിക്കും, ബൈബിൾ പഠിക്കും, പ്രഭാഷണങ്ങൾ എഴുതും. 35 വർഷം തുടർച്ചയായി മലയാള മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം എഴുതി. ഈ ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്ത് സുവിശേഷ പ്രസംഗങ്ങൾ നടത്തി, അനേകരെ ധൈര്യപ്പെടുത്തി, അനേകരെ പ്രത്യാശ ഉറപ്പിച്ചു. 17 വർഷങ്ങൾക്ക് മുമ്പ് 2007 ബഹുമാനപ്പെട്ട അച്ഛൻ ഹൈദരാബാദിൽ ഒരു പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛനെ സ്വീകരിക്കാൻ വിളിക്കാൻ കൊച്ചമ്മ ഒരു കാറിൽ പോകുമ്പോൾ കോട്ടയത്ത് വെച്ച് വാഹനാപകടത്തിൽ കൊച്ചമ്മ തൽക്ഷണം മരിച്ചു. അച്ഛൻ്റെ സന്തത സഹചാരിയായിരുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി കടന്നുപോയി. പിന്നീട് 17 വർഷം അച്ഛൻ ഒറ്റയ്ക്ക് ജീവിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ തളർന്നില്ല. അദ്ദേഹത്തിന് വരാത്ത രോഗങ്ങളില്ല, ശരീരത്തെ കീറി മുറിക്കാത്ത ഭാഗങ്ങളില്ല, അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല, ഒറ്റപ്പെടലുകൾ, വേദനകൾ, ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ്. എന്നിട്ട് ആ മനുഷ്യൻ അവസാനം വരെയും ദൈവാശ്രയം കൈവിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, അവിടെ അപൂർവമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൊച്ചമ്മയുടെ ആങ്ങളയുടെ മകൻ ഡോക്ടർ ബിജു ജേക്കബ് അവസാനം നന്ദി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് വളരെ അപൂർവമായൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇത്രയും വർഷം ഉപയോഗിച്ച വേദപുസ്തകം അച്ഛൻ്റെ മൃതശരീരത്തോടൊപ്പം നെഞ്ചത്ത് വെച്ചാണ് അടക്കം ചെയ്തത്. ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് സഹായമായി വഴികാട്ടിയായി കൂടെ നിന്ന ഈ പുസ്തകവും
അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ മരണത്തിൽ പോലെ കൈവിടാത്തൊരു പുസ്തകം. അച്ഛന് ധൈര്യം കൊടുത്തത്, പ്രത്യാശ കൊടുത്തത്, ബലം കൊടുത്തത്, സൗഖ്യം കൊടുത്തത്, ആശ്വാസം കൊടുത്തത് ഈ ദൈവത്തിന്റെ വചനമാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല. അതിന്റെ ഇല എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. വരൾച്ചയുടെ കാലത്ത് 92 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ആലയത്തിൽ നട്ട വൃക്ഷം, നടുതലയായ വൃക്ഷം അവന്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരും. നട്ട വൃക്ഷം, a tree planted in the temple of God. പരിമലത്തിന് മേനി ദേവാലയത്തിൽ നട്ട വൃക്ഷമാണ്. യോശുവാച്ചൻ ദേവാലയത്തിൽ നട്ട വൃക്ഷമാണ്. ഒരു നട്ടവൃക്ഷം വല്ലപ്പോഴും വന്നു പോകുന്ന ആളല്ല. എ ട്രീ പ്ലാന്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നട്ടവൃക്ഷം. അത് അവിടെ ഇങ്ങനെ തഴച്ചു വളരും. വാർദ്ധക്യത്തിൽ അതിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും പ്രത്യാശയും പ്രതീക്ഷകളും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. അവരുമായി സംസാരിക്കുന്നവർക്ക്, അവരുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക്, അവരുമായി ഇടപഴകുന്നവർക്കെല്ലാം അതിൻ്റെ പൂവും കായ്കളും ഫലങ്ങളും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ആ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ സുഗന്ധം പരത്തിയവരാണ് അവരെല്ലാം. യഹോവയിൽ ആശ്രയിക്കുന്നതിൻ്റെ, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നതിൻ്റെ മഹത്വം ഈ ലോകത്തിന് കാണിച്ചു തന്നവരാണ്. ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. പക്ഷെ നമ്മുടെ ഈ ദൈവാശ്രയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? നമ്മൾ ഈ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് സത്യത്തിൽ ദൈവത്തെ സ്നേഹിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ? പഴയ നിയമത്തിൽ എങ്ങനെയാണ്? പഴയ നിയമവിശ്വാസികൾ ദൈവത്തെ ആരാധിച്ചിരുന്നത് സ്നേഹം കൊണ്ടാണോ ഭയം കൊണ്ടാണോ? ഭയം കൊണ്ടാണ്. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവർ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവകൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഭയന്നിട്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ വരാവാകുന്ന പ്രയാസങ്ങൾ, ആപത്തുകൾ, സങ്കടങ്ങൾ ഇതിനെ ഓർത്തിട്ടാണ്. ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് യാഗം കഴിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും കൽപ്പനകൾ അനുസരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഈ കോപം ഒഴിവാക്കാനാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ അല്ല നമ്മൾ തുടങ്ങുന്നത്. അവിടെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ആദാമും ഹവ്വായും, ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് കൂടെ ഇരിക്കുന്ന ആദാമും ഹവ്വായും. കുറെ കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങൾ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിലെത്തുമ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൈവം. വെളിപാട് പുസ്തകത്തിൽ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ കിടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ദൈവം അങ്ങനെയാണ്, കൂടെ ഇരിക്കുന്ന, അത്താഴം കഴിക്കുന്ന ഒരു ദൈവം. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലെത്തിയപ്പോഴേക്ക് യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ്. ദൈവവുമായി മൽപ്പെടുത്തുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന, പോരാട്ടം നടത്തുന്ന, ചെറുത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെ അവിടെ കാണുകയാണ്. വീണ്ടും പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിലെത്തുമ്പോൾ സീനായി മലയുടെ അടിവാരത്തിൽ വെച്ചിട്ട് മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യം, മുൾപ്പടർപ്പിൽ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മുൾപ്പടർപ്പിൽ വെച്ച് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മോശ ചോദിച്ചു, ഞാൻ ഈ ഫറവോനോട് ചെന്ന് ഇതെല്ലാം പറയുമ്പോൾ ഫറവോൻ ഒരു ചോദ്യം ചോദിക്കില്ലേ, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? അപ്പോൾ ഞാൻ എന്ത് പറയണം? അപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എല്ലാം ഞാനാണ്. ഐ ആം ദാറ്റ് ഐ ആം, ബിയോണ്ട് എക്സ്പ്ലനേഷൻ, ബിയോണ്ട് കോംപ്രിഹെൻഷൻ. കൂടെ നടന്നൊരു ദൈവം, കൂടെ അത്താഴം കഴിച്ചൊരു ദൈവം, കുറെ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മനസ്സിലാക്കാനും പറ്റാത്തൊരു തലത്തിലേക്ക് മാറുകയാണ്. പിന്നീട് പുറപ്പാട് ദിവസം 19 അധ്യായത്തിലെത്തുമ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് എത്തുകയാണ്. പുറപ്പാട് ദിവസം 19 അധ്യായം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അധ്യായമാണ്. അതായത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കാനായി സീനായി മലയിൽ ഇറങ്ങി വരുന്നു. പുറപ്പാട് ദിവസം 19 അധ്യായം. മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനമെല്ലാം
പർവ്വതത്തിന് 100 വാര അകലെ വേലിയെല്ലാം കെട്ടിത്തിരിച്ച് അവരിങ്ങനെ കുളിച്ച് വസ്ത്രങ്ങൾ അലക്കി എന്നെ കാത്തിരിക്കണം. നീ മാത്രം പർവ്വതത്തിലേക്ക് കയറി വരണം. ഈ ജനങ്ങൾ ആരും വരാൻ പാടില്ല, അടുത്തേക്ക് വരാൻ പാടില്ല. പിന്നീട് അതിനെക്കുറിച്ചാണ് എബ്രായലേഖന കർത്താവ് പറയുന്നത് 12-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനടുക്കലും മേഘതമസ്, കൂരിരുട്ട്, അന്ധകാരം, കാഹള ശബ്ദം, വാക്കുകളുടെ ശബ്ദം, കാഹളനാദം എന്നിവയുടെ അടുക്കലും അല്ലല്ലോ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. മേഘതമസ്, കൊടുങ്കാറ്റ്, കൂരിരുട്ട്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കൽ അല്ല ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പണ്ട് നിങ്ങൾ വന്നത് അങ്ങനെയുള്ള പർവ്വതത്തിന്റെ അടുക്കലാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ ശബ്ദം കേട്ടവർ ഇനി ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഈ ശബ്ദം കേട്ട ആളുകൾ പറഞ്ഞു, ദൈവമേ, ഇനി നീ ഞങ്ങളോട് സംസാരിക്കരുത്, മോശയോട് പറഞ്ഞാൽ മതി, മോശ ഞങ്ങളോട് പറയും. ഒരു മൃഗമെങ്കിലും ഈ പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന കൽപ്പന അവർക്ക് സഹിക്കാൻ പാടില്ലാഞ്ഞു. അടുത്ത വാചകം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം മോശ പോലും അത്രയ്ക്ക് പേടിച്ചു പോയി. ഞാൻ അത്യന്തം ഭയന്ന് വിറയ്ക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ മോശ പോലും പേടിച്ചു പോയി. ഐ ആം എക്സീഡിംഗ്ലി അഫ്രൈഡ് ആൻഡ് ട്രംബ്ലിംഗ്. മോശ പറയുകയാണ്, ഞാൻ അത്യന്തം പേടിച്ചു വിറച്ചു പോയി. മോശ പോലും ഭയന്ന് വിറച്ചു പോയി. ആ കാഴ്ച അത്രയ്ക്ക് ഭയാനകമായിരുന്നു. ഇറ്റ് വാസ് എ ട്രംബ്ലിംഗ് എക്സ്പീരിയൻസ്. ദൈവം തൻ്റെ ജനത്തെ കാണാൻ ഇറങ്ങി വന്നപ്പോഴുള്ള പഴയ നിയമ വിശ്വാസികളുടെ അനുഭവമാണ്. അത് ഭയാനകമായൊരു കാഴ്ചയായിരുന്നു. ഭയന്നുപോയി. നീ ഒരു വാക്ക് പോലും, ദൈവമേ, നീ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയരുത്. ഒരു മൃഗം പോലും ഈ പർവ്വതത്തെ തൊടാൻ പാടില്ല, ഒരാൾ പോലും ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല. അവർ ദൈവത്തെ ആരാധിച്ചത് ഈ ഭയത്തിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ പിന്നീട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സക്കറിയ പുരോഹിതന് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? സക്കറിയാവേ, നീ ഭയപ്പെടണ്ട, ഫിയർ നോട്ട്. സക്കറിയാവ് പഴയ നിയമ പുരോഹിതനാണ്. ദൈവദൂതന്റെ സാന്നിധ്യം കണ്ടാൽ അപ്പബോധം കെട്ട് വീഴും, പേടിച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് പഴയ നിയമകാലമല്ല, പഴയ നിയമം പോയി, ഇനി പുതിയ നിയമമാണ്. കന്യക ഗർഭം ധരിച്ചൊരുമാനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നിന്റെ കൂടെ, ദൈവം നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ആ ദൈവത്തെ നീ പേടിക്കല്ല വേണ്ട. സക്കറിയാവേ, നീ ഭയപ്പെടണ്ട. വീണ്ടും മറിയാമിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയാമിനോട് പറഞ്ഞത് എന്താണ്? മറിയമേ, നീ ഭയപ്പെടണ്ട. ആട്ടിൻകൂട്ടത്തിന് കാവൽ കിടന്ന ദൂതന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? ഭയപ്പെടണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം. സക്കറിയാവിനോടും മറിയാമിനോടും ദൂതന്മാരോടും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച സന്ദർഭങ്ങളിലെല്ലാം ദൂതൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇനി ഭയപ്പെടണ്ട. ആ ഭയപ്പെടുന്നൊരു കാലം പോയി, ഇനി സ്നേഹത്തിൻ്റെ ഒരു കാലം വരാൻ പോവുക. ഈ പഴയ നിയമത്തിലെല്ലാം കൽപ്പനകളുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഇത് വല്ലതും മനുഷ്യന് പാലിക്കാൻ പറ്റിയോ? എന്തെങ്കിലും ഒരു കൽപ്പന. ഈ കൽപ്പന കിട്ടിയതിൻ്റെ പിറ്റേന്ന് മുതൽ അവരത് ലംഘിക്കാൻ തുടങ്ങി. ഒന്നും പാലിക്കാൻ പറ്റിയില്ല അവർക്ക്. എന്താ കാര്യം? ഈ കൽപ്പന എവിടെ എഴുതിയത്? കല്ലിലാണ്. കല്ലിൽ എഴുതി, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. കല്ലിൽ ഒരു സാധനം എഴുതി വെച്ചാൽ അതാർക്കും പാലിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? അത് ഹൃദയത്തിൽ എഴുതണം. ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങണം. ഈ കല്ലിൽ എഴുതിയ സാധനം നിന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. അതുകൊണ്ടാണ് യിരെമ്യാവ് 31:33 പറയുന്നത്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഈ കൽപ്പനകളെ നിന്റെ ഉള്ളിലാക്കി നിന്റെ ഹൃദയത്തിൽ എഴുതും. ഹൃദയത്തിൽ ഇതെഴുതും. നീ ഹൃദയത്തിൽ ഇത് ഏറ്റുവാങ്ങണം. ഈ കല്ലിൽ എഴുതിയ കൽപ്പനകളെ നീ നിന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാൽ, അതിനെ സ്വീകരിച്ചാൽ നമുക്കത് പാലിക്കാൻ പറ്റും. നമുക്ക് ഈ പേടിച്ചിട്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും?
പഴയ കാലങ്ങളിലൊക്കെ ഈ കള്ളുകുടിയൊക്കെ തുടങ്ങുന്ന ആളുകൾ തലയിൽ മുണ്ടിട്ടോണ്ടാണ് പോകുന്നത്. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മുണ്ടഴിച്ച് തലയെ കെട്ടിക്കൊണ്ട് പോകുന്ന കാണാം. പേടി അങ്ങ് പോവും. ഈ ബീഡി വലിയൊക്കെ തുടങ്ങുന്ന കൊച്ചുങ്ങൾ ആദ്യം ഇങ്ങനെ കടയുടെ മറവിലോ തട്ടിയുടെ കീഴിലോ ഒക്കെ ഒളിച്ചിരുന്ന് ചെയ്യുന്ന കാണാം. കുറേ കഴിയുമ്പോൾ അവന് നമ്മുടെ മുഖത്തോട്ട് ഊതി വിട്ടുകൊണ്ട് പോകുന്ന കാണാം. കാരണം പേടി അങ്ങ് പോവും. ഈ പേടിച്ചിട്ടൊരു കാര്യം ചെയ്യാതിരുന്നാൽ നമുക്ക് അധികകാലം അതിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. ഇതിൽ നിലനിൽക്കണമെങ്കിൽ നീ അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതണം. അത് എഴുതുന്നത് ആരാണത് സഹായിക്കുന്നത്? ഈ കൽപ്പനകൾ പാലിക്കണമെങ്കിൽ അത് എഴുതി വെച്ചോണ്ടായില്ല. അതിനൊരു കൃപ വേണം. പഴയ നിയമത്തിൽ ആ കൃപയില്ല. കൽപ്പനയുണ്ട്, പക്ഷെ അത് പാലിക്കാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ല, കൃപയില്ല. പുതിയ നിയമത്തിൽ ദൈവം ഒരു കാര്യം കൂടെ നമുക്ക് തന്നു. എന്താണ് അത്? കൃപയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, ഈ പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു സഹായകനെ എന്നേക്കും നിന്റെ കൂടെ ഇരിക്കാൻ നിനക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 14:16. ഈ കൽപ്പനയോടൊപ്പം ഒരു കൃപ കൂടെ നമ്മളെ അതിന് സഹായിക്കാൻ, നമുക്ക് ധൈര്യം തരാൻ, നമ്മളെ ബലപ്പെടുത്താൻ, നമ്മളെ ശക്തീകരിക്കാൻ നമുക്കൊരു സഹായകനെ തന്നിട്ടുണ്ട്. അതാരാണ്? പരിശുദ്ധാത്മാവ്. എന്നേക്കും നിന്റെ കൂടെ ഇരിക്കാൻ. അവിടെ മലയാള വേദപുസ്തകത്തിൽ കാര്യസ്ഥൻ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരുടെ കാര്യം നോക്കുന്ന ആളാണ്? ദൈവം നമുക്കൊരു കാര്യസ്ഥനെ തന്നു. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പാരാക്ലീറ്റോസ് എന്നാണ്. വളരെ കോംപ്ലക്സ് മീനിങ് ഉള്ള ഒരു വാക്കാണത്. പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ one who gives strength, one who gives joy, one who gives help, one who gives comfort. ആശ്വാസം തരുന്നവൻ, സഹായം തരുന്നവൻ, ബലം തരുന്നവൻ, സന്തോഷം തരുന്നവൻ, സമാധാനം തരുന്നവൻ, എല്ലാം പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടതെല്ലാം തരും. എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാൻ, എന്നേക്കും കൂടെ ഇരിക്കാൻ ദൈവം തന്ന അതിമഹത്തായ ഒരു ദാനം. പക്ഷെ നമ്മൾ ആ സഹായം ചോദിക്കുന്നില്ല. ആ വാക്കിന്റെ മറ്റൊരർത്ഥം പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് ആരാണ്? നമ്മളൊരു അഡ്വക്കേറ്റിനെ വെച്ചാൽ ആ അഡ്വക്കേറ്റ് ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? നമുക്ക് വേണ്ടി, നമ്മുടെ പക്ഷത്ത് നിന്ന് ദൈവത്തോട് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റിനെ ദൈവം സദാകാലം നമ്മളോട് കൂടെ തന്നിരിക്കെ, നമ്മളെ ജാമ്യത്തിലിറക്കാൻ, നമുക്കൊരാവശ്യം വന്നാൽ നിയമസഹായം തരാൻ, നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്ന, കൂടെ ഇരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് നമുക്കുണ്ടായിരിക്കെ നമ്മൾ ആ സഹായം ചോദിക്കുന്നില്ല. എത്ര പേര് പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണം, എന്നേക്കും കൂടെ ഇരിക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ, ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് വാദിച്ച് പോട്ട് ഇത് നമ്മുടെ കൊച്ചനാണെന്ന് പറയാൻ ഒരു പരിശുദ്ധാത്മാവ് നമുക്കുള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ചോദിക്കണം. ആർക്കും ഒരു നിയമവും ഈ കൃപയില്ലാതെ പാലിക്കാൻ പറ്റില്ല. അതിന് പരിശുദ്ധാത്മാവെന്ന സത്യത്തിന്റെ ആത്മാവിന്റെ സഹായം വേണം. ചില ആളുകളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്താ കാര്യം? അവർക്കൊരു കൃപ വേണം, കൈ തെളിയണം, അതിനൊരു സഹായം വേണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഈ കൽപ്പനകൾ പാലിക്കാൻ. പേടിച്ചതുകൊണ്ടൊന്നും നമുക്ക് ഒരു നിയമവും പാലിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സ്നേഹിച്ചാൽ നമുക്കെല്ലാം പാലിക്കാം. സ്നേഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ യേശുവിനെ സ്നേഹിക്കണം, ആദ്യം അവന്റെ വചനത്തെ സ്നേഹിക്കണം. പിന്നെ അവൻ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും. സ്നേഹമുള്ള ഒരാൾ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കും, അംഗീകരിക്കും, സ്വീകരിക്കും, എല്ലാം ചെയ്യും. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തും കൊടുക്കും, എന്തും ചെയ്യും. നമ്മൾ അവനെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസമായ പെലെയെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ബ്രസീലുകാരൻ 82-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചത്. പെലെയുടെ ഒരു ആത്മകഥയുണ്ട്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഇൻസിഡന്റ് ഉണ്ട് ബാല്യകാലത്തിൽ നടന്നത്. ഒരിക്കൽ കുറച്ച് കൂട്ടുകാരും ചേർന്ന ആ മനുഷ്യൻ, അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ബീഡി വലിച്ചു. ആദ്യമായിട്ട് ബീഡി വലിക്കുക ഒരു കുറ്റിക്കാട്ടിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ പെലെയുടെ ചെറുപ്പകാലത്തിലെ പേര് എഡ്സൺ എന്നാണ്. എഡ്സന്റെ അച്ഛൻ അതുവഴി പോയി.
കണ്ടു കണ്ടില്ല എന്ന മട്ടിലങ്ങ് പോയി. കൂട്ടുകാർ പറഞ്ഞു, എടാ കണ്ടില്ല, നീ രക്ഷപ്പെട്ടു. ഈ എഡ്സനും വിചാരിച്ചു കണ്ടു കാണില്ല. പക്ഷെ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നു, കുളിച്ചു, ഭക്ഷണം കഴിച്ചു, ഹോംവർക്കൊക്കെ ചെയ്തു. ഈ പെലെ കിടന്നുറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ആരോ വന്ന് അടുത്തിരിക്കുന്നു, ദേഹത്ത് കൈവെക്കുന്നു. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ അച്ഛൻ മുമ്പിൽ. ചാടി എണീറ്റ പെലയോട് അച്ഛനൊരു ചോദ്യം, മോനെ നീ ഇന്ന് വീടി വലിച്ചോ? പെലെ പറഞ്ഞു, വലിച്ചു അച്ഛാ. ഈ അപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഈ അച്ഛനൊരു കാര്യം പറഞ്ഞു, മോനെ നീ ലോകമറിയുന്ന ഒരു ഫുട്ബോളറാകണമെന്നാണ് എൻ്റെ ഇഷ്ടം, ആഗ്രഹം. ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ നീ ഉപയോഗിച്ചാൽ നിനക്കൊരിക്കലും അതാകാൻ പറ്റില്ല. നീ ഇത് ശീലിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിനക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. എൻ്റെ മോനെ, നീ ഒരിക്കലും ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കരുത്. ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അച്ഛൻ്റെ കണ്ണിലെ കണ്ണുനീര് അവൻ്റെ നെറുകയിലൂടെ ഒഴുകി. ഈ പെലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നീട് ആത്മകഥ എഴുതിയപ്പോൾ പെല അതിലെഴുതി വെച്ചു, എൻ്റെ അച്ഛൻ എന്നെ അടിച്ചിരുന്നെങ്കിൽ, ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ബീഡി വലിക്കുമായിരുന്നു. പക്ഷെ എന്നെ ശിക്ഷിക്കാതെ എന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കില്ല. സ്നേഹിച്ചാൽ നമുക്കെല്ലാം എളുപ്പമാണ്. സ്നേഹം കൊണ്ടാണ് ഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റുക. നമ്മൾ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അയാളെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ നമുക്കാവില്ല. ഭാര്യയെ പേടിച്ചിട്ട് എത്ര നാൾ തെറ്റ് ചെയ്യാതിരിക്കും. പക്ഷെ ഭാര്യയെ സ്നേഹിച്ചാൽ, അവളെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവളുടെ മനസ്സ് നോവുന്നതൊന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. മാതാപിതാക്കളോട് സ്നേഹമുള്ള, കടപ്പാടുള്ള ഒരു മകനും അവരുടെ ചങ്ക് പടയുന്ന ഒരു കാര്യവും ചെയ്യാനാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ നമ്മൾ സ്നേഹിക്കുന്നില്ലെന്നാണ്. സ്നേഹിക്കുന്ന ഒരാൾക്കും മറ്റൊരാളുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്താനാവില്ല. മക്കളെ സ്നേഹിക്കുന്ന ഒരാൾക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും അയാളുടെ ഹൃദയം വേദനിക്കുന്ന ഒരു കാര്യം ചെയ്യാനാവില്ല. നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ പിന്നെ എല്ലാം നമുക്ക് എളുപ്പമാണ്. ഈ പ്രാർത്ഥിക്കുന്ന ഒന്നും പോരാ നമുക്ക് തോന്നും. എത്ര വായിച്ചാൽ ഈ പുസ്തകം നമുക്ക് മടുക്കില്ല, അടച്ചു വെക്കാൻ തോന്നില്ല. യോശുവാച്ചനൊക്കെ മരണം വരെ ഇത് ചേർത്ത് പിടിച്ചത് ആ സ്നേഹമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. ഒരു കുർബാനയും നമുക്ക് മടുക്കില്ല, ഒരു നോമ്പും നമുക്കൊരു ഭാരമായി തോന്നില്ല, ഒരു അനുഷ്ഠാനങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. ആ സ്നേഹം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. അധിക ഫലം കായ്ക്കാൻ ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. രണ്ടാമതായി, അധിക ഫലം കായ്ക്കാൻ കളകൾ പറിച്ചു കളയണം. ഏതാണ് ഈ കളകൾ? ഇഫ് യു വാണ്ട് ടു ബി പ്രൊഡക്റ്റീവ് യു മസ്റ്റ് എലിമിനേറ്റ് സം വീഡ്സ്. കളകൾ ഏതാണ് ഈ കളകൾ? 3 കളകളെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ലൂക്കോസ് 8:14. കേൾക്കുന്നവരെങ്കിലോ പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുക്കി പൂർണ്ണമായി ഫലം കൊടുക്കാൻ കഴിയാത്തവരത്രേ. 3 കളകൾ: ചിന്തകൾ, ധനം, സംസാരഭോഗങ്ങൾ. വീഡ്സ് ഓഫ് വറീസ്, ആകുലത. നമ്മൾ വിചാരിക്കുന്ന ഈ ആകുലപ്പെടുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. സത്യമാണോ? പരിശുദ്ധനായ പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പ് ലേഖനം 4:6, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. പിന്നെ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നന്ദിയോടെ, സ്തോത്രത്തോടെ നിങ്ങളെ സൃഷ്ടിച്ച ഉടയവനോട് അറിയിക്കത്രേ വേണ്ടത്. ഇംഗ്ലീഷിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ബട്ട് പ്രേ അബൌട്ട് എവരിതിങ്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, പ്രേ അബൌട്ട് എവരിതിങ്. എല്ലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. രാവിലെ എണീറ്റ ഉടനെ പ്രാർത്ഥിക്കണം. ഈ പാമ്പാക്കുട നമസ്കാരം എന്നൊരു പുസ്തകമുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ? പാമ്പാക്കുട നമസ്കാരം. അതിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. അതിൽ രാവിലെ എഴുന്നേക്കാൻ പ്രാർത്ഥനയുണ്ട്, മുഖം കഴുകാൻ പ്രാർത്ഥനയുണ്ട്,
തലയിൽ എണ്ണ തേക്കാൻ പ്രാർത്ഥനയുണ്ട്, കുളിക്കാൻ പ്രാർത്ഥനയുണ്ട്, കഴിക്കാൻ പ്രാർത്ഥനയുണ്ട്, കഴിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്, ജോലിക്ക് പോകാൻ പ്രാർത്ഥനയുണ്ട്, ജോലി തീരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പഠിക്കാൻ പ്രാർത്ഥനയുണ്ട്, രോഗം വരുമ്പോൾ പ്രാർത്ഥനയുണ്ട്. എല്ലാത്തിനും, ചാഴി, പുഴു, ചെള്ള്, എല്ലാത്തിനും, എല്ലാ വിഷയങ്ങൾക്കും അത് പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതൊന്നും ചെയ്യരുത്. ഒരു സന്യാസി പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഡു നത്തിങ് അൺലെസ് യു ബിഗിൻ വിത്ത് എ പ്രയർ. ഡു നത്തിങ് അൺലെസ് യു ബിഗിൻ വിത്ത് എ പ്രയർ. പ്രാർത്ഥനയോടല്ലാതെ ഒരു കാര്യം തുടങ്ങരുത്. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങരുത്. അതിൻ്റെ അർത്ഥം നീ തുടങ്ങുന്നതെല്ലാം പ്രാർത്ഥിച്ചിട്ട്. എണീറ്റ് അവിടെ പ്രാർത്ഥിച്ചോണം. കാറിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോണം. ഒരു വാഹനത്തിൽ കയറിയാൽ പ്രാർത്ഥിച്ചോണം. ഒരു ഓഫീസിൽ ചെന്നാൽ പ്രാർത്ഥിച്ചോണം. ഡോക്ടറെ കാണാൻ പോയാൽ പ്രാർത്ഥിക്കണം. ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാഹനത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാണുന്ന സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഡു നത്തിങ് അൺലെസ് യു ബിഗിൻ വിത്ത് എ പ്രയർ. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, പ്രേ അബൌട്ട് എവരിതിങ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാക്കന്മാർ പറയുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും. എന്തെന്നറിയോ? ഒന്ന്, പാപമോചനം. രണ്ട്, ദൈവത്തിൻ്റെ കരുണ. നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചോ? നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ. മോറാനേശു മിശിഹാ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്ന ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണേ. അതാണ്. എന്താണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? യെശയ്യാ 59:2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1-2 വാക്യങ്ങളിൽ, രക്ഷിപ്പാൻ കഴിയാതുകൊണ്ട് അവന്റെ കരങ്ങൾ കുറുകിയിട്ടുണ്ടോ? കേൾക്കാൻ കഴിയാതുകൊണ്ട് അവന്റെ കാതുകൾ മന്ദമായിട്ടുണ്ടോ? ദൈവത്തിന്റെ കരങ്ങൾ കുറുകിയിട്ടുണ്ടോ? ദൈവത്തിന്റെ കാതുകൾ മന്ദമായിട്ടുണ്ടോ? പിന്നെ എന്താണ് ദൈവം കേൾക്കാത്തത്? നമ്മുടെ പ്രാർത്ഥന അവിടെ എത്താത്തത് ഒറ്റ കാര്യമേ ഉള്ളൂ. അടുത്ത വാചകത്തിൽ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചു. നമ്മുടെ പാപങ്ങളാണ്. ഈ ബൈബിൾ ഹാൻഡിൽ ചെയ്യുന്ന ഒറ്റ വിഷയമുള്ളൂ, പാപമാണ്. സിൻ ഈസ് ദ മേജർ ഇഷ്യൂ ഹാൻഡിൽഡ് ബൈ ദിസ് ബൈബിൾ. ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, പാപമോചനം. ആ ഒറ്റ കാര്യം മാറിക്കിട്ടിയാൽ we are connected with God. ദൈവവുമായി കണക്റ്റഡ് ആകും. ആദമഹവ്വായും നടന്ന പോലെ കൈപിടിച്ച് നടക്കാം. നമുക്ക് അവന്റെ മടിയിലിരിക്കാം, അവന്റെ സ്വരം കേൾക്കാം, അവന്റെ ശബ്ദം തിരിച്ചറിയാം. പിന്നെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒറ്റ വിഷയം മാത്രം, പാപമോചനം. അത് നമുക്ക് നടക്കാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങൾക്കത് പറ്റില്ല. അനുതാപമുള്ള ഒരു ഹൃദയം തരാൻ കർത്താവ് കരുണ ചെയ്യണേ. പാപങ്ങളിൽ ഉപേക്ഷിക്കാൻ ഒരു കൃപ തരണമേ, കരുണ ചെയ്യണമേ. പാപത്തെ വെറുക്കാൻ ഒരു കൃപ തരണേ. എപ്പോഴും പ്രാർത്ഥിച്ചോണം, പാപത്തെ വെറുക്കണം. ഈ പാപം ഒഴിവാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വെറുക്കാത്തോണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലുകളിൽ ഈ നിരന്തരമായ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളത് സ്കിപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആവർത്തിച്ച് കാണുന്നത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെന്ന് അവർക്കറിയാം. നീ അത് ആഗ്രഹിച്ചാൽ നിനക്ക് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ വെറുക്കാൻ ശീലിക്കണം. വെറുക്കണമെങ്കിൽ നീ അതിന് ദൈവത്തിൻ്റെ സഹായം ചോദിക്കണം. ആ ദൈവ സഹായം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കണം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നതാണ് നിനക്ക് കിട്ടുന്നത്. നീ ആഗ്രഹിക്കാതിരുന്നാൽ, പാപത്തെ ആഗ്രഹിക്കാതിരിക്കാൻ, ആ സന്തോഷം വെറുക്കാൻ നീ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ ദൈവത്തിന്റെ ഒരു സഹായം നിന്റെ മേൽ വന്നു പതിക്കും. ആഗ്രഹിക്കാതെ ദൈവം ആർക്കത് കൊടുക്കില്ല. ചോദിക്കാതെ കിട്ടില്ല. മുട്ടാതെ തുറക്കില്ല. അന്വേഷിക്കാതെ നീ കണ്ടെത്തില്ല. ഒരു പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും നീ പ്രാർത്ഥിക്കണം. ദൈവസഹായം, ദൈവത്തിൻ്റെ കരുണ, പാപമോചനം, ഇതിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, പ്രേ അബൌട്ട് എവറിതിങ്. വീണ്ടും ധനം. സമ്പത്ത് വലിയൊരു പ്രലോഭനമാണ്, വലിയൊരു കളയാണ്. 39-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങൾ വളരെ മനോഹരമാണ്. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ്സ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് അറിയുമാറാകട്ടെ. നീ എൻ്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവൻ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല.
എങ്കിൽ യഹോവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. അവർ ധനം സമ്പാദിക്കുന്ന ആരനുഭവിക്കുന്ന അറിയില്ല. അവിടെ ഒരു വാചകം കൂട്ടുണ്ട്, ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എന്താ അതിൻ്റെ അർത്ഥം? ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആവുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അടുത്ത സമയത്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എ മാൻ ഇൻ ഹിസ് ബെസ്റ്റ് സ്റ്റേറ്റ് ഹി ഈസ് ഓൾ ടുഗദർ വാനിറ്റി. ഒരു മനുഷ്യന്റെ നല്ല അവസ്ഥ, ആ അവസ്ഥയിൽ എല്ലാം കൂടെ ചേർത്ത് വെച്ചാലും അവൻ വെറും ഒരു ശ്വാസമാണ്. നമ്മുടെ നല്ല അവസ്ഥ ഏതാ? ആരോഗ്യമുള്ള, ഇഷ്ടം പോലെ കാശുള്ള, ജോലിയുള്ള, പൈസയുള്ള, സ്വാധീനമുള്ള, പദവിയുള്ള ഒരു കാലമുണ്ട്. എന്ത് വിചാരിച്ചാലും നടക്കും, എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പോകും, എന്താഗ്രഹിച്ചാലും വാങ്ങും, എന്തും സാധിക്കാൻ പറ്റുന്ന ഒരു കാലം. ആ കാലത്ത് പോലും നിന്റെ എല്ലാം കൂടെ കൂട്ടിവെച്ചാലും യു ആർ മിയർ ബ്രത്ത്, നീ വെറും ഒരു ശ്വാസമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മരിക്കാൻ കിടക്കുന്ന അമ്മച്ചിയെ കാണാൻ പോകുന്നു. എന്നിട്ട് പറയുന്നു, ആ അമ്മച്ചിക്ക് ഒരു അനക്കം മാത്രമേ ഉള്ളൂ, ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നമ്മളിലോ? അമ്മച്ചിയിൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മളിലാതേ ഉള്ളൂ, വെറും ഒരു ശ്വാസം. നീ വെറും ഒരു നിഴൽ. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ കാണില്ല. 4 വിരൽ നീളം, രാവിലെ മുളച്ചു വരുന്ന വൈകുന്നേരം വാടിപ്പോകുന്ന പുല്ല്. എത്രയോ ചെറുപ്പക്കാര് ഈ നിന്ന നിപ്പിലൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലം. എത്ര ഉദാഹരണങ്ങൾ, കുഴഞ്ഞു വീണ്. മൈക്കൽ ഷുമാക്കർ എന്നൊരാളുണ്ട്. മൈക്കൽ ഷുമാക്കർ കേട്ടിട്ടുണ്ടോ? ഫോർമുല 1 കാർ ഓട്ടത്തിൽ 7 തവണ ലോക ചാമ്പ്യനായ മൈക്കൽ ഷുമാക്കർ 2013 ആൽസ് പർവ്വതനിരയിൽ സ്കീയിങ്ങിനിടയിൽ ഒന്ന് തെന്നി വീണു, തലയടിച്ച് വീണു. തൽക്ഷണ മനുഷ്യന്റെ ബോധം പോയി. 11 വർഷങ്ങൾക്ക് ശേഷവും ജർമ്മനിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ ഭാര്യ ഒരുക്കിയ ഒരു മെഡിക്കൽ മുറിയിൽ ഒരു ജീവച്ഛവമായി, കണ്ണുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാളായി. ബാക്കി ശരീരത്തിന്റെ ഒരു ഭാഗവും അനങ്ങാതെ ആ മനുഷ്യൻ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ആസ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 50,000 കോടി ഡോളറിന്റെ ആസ്തിയുള്ള ഒരാളാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായി എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവൻ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, വ്യർത്ഥമായി ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്ന അറിയുന്നില്ല. എങ്കിലേ ഹോവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നല്ല മനുഷ്യരുടെ കയ്യിൽ പണം ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ പണം ഉണ്ടാകുന്നത് മോശമൊന്നുമല്ല, പക്ഷെ നല്ല മനുഷ്യരുടെ കയ്യിൽ പണം ഉണ്ടാകണം. അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ലൂക്കോസ് 16:9 കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിക്കണം. എവിടെ സ്നേഹിതരെ ഉണ്ടാക്കണമെന്നാണ്? കുറച്ച് കള്ള് മേടിച്ചു കൊടുത്ത് സ്നേഹിതരെ ഉണ്ടാക്കുന്ന കാര്യമാണോ? കുറെ കാശ് കൊടുത്ത് ഗുണ്ടകളെ കൂടെ നിർത്തുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. ഈ ലോകത്തിലെ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞു പോകും. നിനക്ക് സ്നേഹിതർ വേണ്ടത് നിത്യതയിലാണ്. നീ ചെല്ലുമ്പോൾ കുറെ ആളുകൾ നിനക്ക് പരിചയക്കാരായിട്ട് അവിടെ ഉണ്ടാകണം. അതിനെന്ത് വേണം? Use your money to bring people to heaven. Use your money to bring people to heaven. മനുഷ്യർ സ്വർഗത്തിലെത്താൻ നിന്റെ പണം കാരണമാകണം. ഒരിക്കലും ഒരുത്തനും കള്ളു മേടിച്ചു കൊടുത്ത് നരകത്തിൽ നീ പറഞ്ഞു വിടും. നിന്റെ കാശ് കൊണ്ട് ഒരിക്കലും ഒരാൾ നരകത്തിൽ പോകരുത്. മോശമായ ഒരു കാര്യങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി കാശ് ചെലവാക്കരുത്. ഒരാൾ നീ മുഖാന്തരം നിന്റെ കാശ് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അവൻ നരകത്തിൽ പോകരുത്. അവന്റെ കുടുംബം തകരരുത്. നിന്റെ പണം ഒരാളുടെ ജീവിതം നശിക്കാൻ കാരണമാകരുത്. അതിന് ഒരു സഹായവും നീ ചെയ്യരുത്. അവനെ സ്വർഗത്തിലെത്തിക്കാൻ യൂസ് യുവർ മണി ടു ബ്രിങ് പീപ്പിൾ ടു ഹെവൻ. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കണം. വീഡ്സ് ഓഫ് വറീസ്, വീഡ്സ് ഓഫ് റിച്ചസ്. 3 വീഡ്സ് ഓഫ് പ്ലഷേഴ്സ്. വീഡ്സ് ഓഫ് പ്ലഷേഴ്സ്, ലോകത്തിന്റെ സുഖങ്ങൾ, സംസാര സാഗരം. 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 2 വാക്യങ്ങൾ ഞാൻ POC ബൈബിളിലെ ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്.
കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. ഈ ലോകത്തിൽ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ, ഒരു വാക്യം കൂടെ. യെശയ്യാവ് 33:15 നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യെശയ്യാവ് 33:15 നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിപ്പാൻ കൈ കുടഞ്ഞു കളയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് ഉറപ്പ്. ഞാൻ ഒന്നുകൂടെ വായിക്കാതെ. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങൾ അവന് പ്രതിരോധം ഉറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് ഉറപ്പ്. തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. വാട്സാപ്പിൽ വരുന്ന എല്ലാം നീ കേൾക്കണമെന്നില്ല, എല്ലാം നീ ഷെയർ ചെയ്യണമെന്നില്ല, എല്ലാം നീ ആസ്വദിക്കണമെന്നില്ല. തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, ദോഷം കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും അംഗമായി ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും കേട്ട് ഒരാത്മീയ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, എനിക്കും പറ്റില്ല. പാപത്തെ വെറുക്കാൻ നമ്മൾ ശീലിച്ചില്ലെങ്കിൽ, അതിനുള്ള കൃപാസഹായം ദൈവത്തോട് ചോദിച്ചില്ലെങ്കിൽ നമുക്കൊരാത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. ഈ സംസാര സാഗരത്തിലെ ഒരുപാട് കളകൾ നമ്മെ വലിച്ചഴയ്ക്കുന്ന, ആഗ്രഹിച്ചാലില്ലെങ്കിൽ നമ്മളെ ആളുകൾ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നു, ആവശ്യമുള്ളതില്ലാത്ത നമുക്ക് അയച്ചു തരുന്നു, നമ്മളത് കാണുന്നു, നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുകയാണ്. പിശാച് നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കും. ഫറവോൻ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് അവരുടെ ജോലി ഭാരം കൂട്ടി. നിന്റെ ജോലി ഭാരം കൂട്ടും. ഒന്നിൽ നിന്ന് മറ്റിലേക്ക്, റീൽസുകളിലേക്ക്, യൂട്യൂബുകളിലേക്ക്, എല്ലാ കാര്യങ്ങളിലേക്ക് നിന്നെ വലിച്ചഴച്ചുകൊണ്ട് പോകും. നിന്റെ പ്രാർത്ഥന മുടക്കും, നിന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കും, നിന്നെ ഡിസ്ട്രാക്റ്റഡ് ആക്കും. ഇത്രയും തിരക്കുകളൊന്നും മനുഷ്യന് ആവശ്യമില്ല. ഇത്രയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമില്ല. ഇത്രയും ചർച്ചകൾ നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും നമ്മുടെ ആത്മാവിന് ഗുണം ചെയ്യുന്നില്ല. ഈ കളകൾ നിന്നെ ഞെരുക്കും. നീ കേൾക്കുന്നുവെങ്കിലും, ഈ വചനം വായിക്കുന്നെങ്കിലും പോയി 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുക്കി പൂർണ്ണമായി ഫലം കൊടുക്കാൻ കഴിയാത്തവരത്രേ. നമുക്കെല്ലാം അറിയാം. പക്ഷെ ഈ വിധ കളകൾ നമ്മെ ഞെരുക്കുകയാണ്. ഒരു കാര്യം കൂടെ, അധിക ഫലം കായ്ക്കാൻ ഒരു കാര്യം കൂടെ വേണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15:2. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെല്ലാം അവൻ നീക്കിക്കളയുന്നു. കായ്ക്കാത്ത കൊമ്പുകളൊക്കെ നീക്കിക്കളയും. കായ്ക്കുന്ന കൊമ്പുകളോ അധിക ഫലം കായ്ക്കാൻ ചെത്തിവെടുപ്പാക്കും. കായ്ക്കാത്തത് നീക്കി, അത് മനസ്സിലായി. പക്ഷെ കായ്ക്കുന്നത് എന്തിനാ നീക്കുന്നത്? നല്ല ആരോഗ്യത്തോടെ നടക്കുമ്പോൾ എന്തിനാ ഒരു രോഗം വരുന്നത്? നന്നായി എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ അത് തടസ്സം ഉണ്ടാകുന്നത് എന്തിനാ? ഒരു ബിസിനസ് നന്നായി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലൊരു പ്രയാസം വരുന്നത്? എല്ലാ ക്ലാസ്സും ജയിച്ചു വന്നൊരു കുട്ടി പെട്ടെന്ന് എന്തുകൊണ്ട് തോറ്റുപോകുന്നു? ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാം ശരിയായിട്ട് അവസാനം വിസ റിജക്റ്റ് ആകുന്നു? കായ്ക്കുന്നതെങ്കിലോ അധിക ഫലം കായ്ക്കാൻ
നീ അവിടെ നിൽക്കേണ്ടവൻ ആളല്ല. നീ അധിക ഫലം കായ്ക്കണം. അവന് നിന്നെ ചെത്തിവെടുപ്പാക്കും. യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ദ പ്രൂണിംഗ് പ്രോസസ് ഓഫ് ഗോഡ്. ദൈവം നിന്നെ ചെത്തിവെടുപ്പാക്കും. നീ അതിനോട് സഹകരിക്കണം. അതിനെ നശിപ്പിക്കാനല്ല, നിന്നെ നന്നാക്കാൻ, നിന്നെ അധിക ഫലം കായ്ക്കാൻ, നിന്നെ ശുദ്ധീകരിക്കാൻ. ശുദ്ധീകരണം കൂടാതെ നീ അവിടെ എത്തില്ല. 100% വിശുദ്ധിയില്ലാതെ ദൈവത്തിൻ്റെ മുമ്പാകെ എത്തില്ല. ദൈവം പരിശുദ്ധനാണ്. നിന്നെ ശുദ്ധീകരിക്കാൻ ദൈവം കടത്തിവിടും. ഈ പിശാചിനെ യേശുവിനെ എങ്ങനെ തിരിച്ചറിയും? രണ്ടുപേരും ഒരേ വേഷം കെട്ടി, യേശുവിൻ്റെ വേഷം ധരിച്ച് പിശാച് നിൽക്കുന്നു, യേശു നിൽക്കുന്നു. യേശുവിനെ എങ്ങനെ തിരിച്ചറിയും? ഭാഷ കൊണ്ട് പറ്റുമോ? യേശുവിനേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ആളാണ് പിശാച്. ഒരേ വേഷം കെട്ടി നിന്നാൽ തിരിച്ചറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ അത്? പിശാചിന് ഇല്ലാത്തതും യേശുവിനുള്ളതുമായ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? മുറിവുകൾ. നിന്റെ മുറിവുകൾ എന്തേ? നിന്റെ കൈവിരലൊന്ന് നീട്ടൂ, നിന്റെ പഞ്ചമുറിവുകളൊന്ന് കാണിക്കൂ. അവൻ വാലും ചുരുട്ടിയോടും. പിശാചിന് എന്തില്ല? മുറിവില്ല. വൂൺസ് ആർ മാർക്ക് ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളമാണ് ക്ഷതങ്ങൾ, മുറിവുകൾ. ഈ മുറിവില്ലാതെ നീ ശുദ്ധീകരിക്കപ്പെടില്ല. ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാ ഉപദ്രവങ്ങൾ വരും. നിന്നെ ശുദ്ധീകരിച്ച ദൈവസന്നിധിയിൽ എത്തിക്കാനാണത്. എബ്രായലേഖനം 12:11. ഏത് ശിക്ഷയും തൽക്കാലം ദുഃഖകരമാണ്, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം പ്രാപിച്ചവർ നീതി എന്ന ഫലം കായ്ക്കും, അധിക ഫലം കായ്ക്കും. ഏത് ശിക്ഷയും തൽക്കാലം ദുഃഖകരമാണ്, അതിന് പിന്നിലുള്ള ദൈവത്തിന്റെ ജ്ഞാനം നമുക്കറിയില്ല. നിങ്ങൾ ഒന്ന് വിചാരിച്ചോളൂ, ദൈവം അനന്തമായ നന്മയാണ്, അനന്തമായ ജ്ഞാനമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ഉപവസിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട്? യോഹന്നാൻ 16:33 പറയുന്നു, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിങ്ങളത് മുടക്കരുത്. കീപ് ഓൺ ഗോയിങ്. മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ഗോഡ്സ് പ്രൂണിംഗ് പ്രോസസ്. ദൈവത്തിൻ്റെ പ്രൂണിംഗ് പ്രോസസ്സിനോട് സഹകരിക്കണം. അധിക ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു. അധിക ഫലം കായ്ക്കാൻ എന്ത് വേണം? 1, ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വേണം. 2, നമുക്ക് ചുറ്റും വളരുന്ന കളകൾ ഒഴിവാക്കണം. 3, ദൈവം നമ്മെ ചെത്തിവെടുപ്പാക്കുമ്പോൾ കുതറാതെ പതറാതെ അതിനോട് സഹകരിക്കണം. നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അധിക ഫലങ്ങൾ കായ്ച്ച് പിതാവിനെ മഹത്വപ്പെടുത്താൻ ഈ കൊച്ചു ജീവിതത്തിലൂടെ ദൈവം നമ്മെ എപ്പോഴും സഹായിക്കട്ടെ. അതിന് പരിശുദ്ധ പരിമല തിരുമേനിയുടെയും ദൈവമാതാവിൻ്റെ എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.